സാധാരണക്കാർക്കായി സർക്കാർ നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്നും പാരവച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നത് പോലെ ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പുതിയ പാരയുമായി കോൺഗ്രസ് രംഗത്തെത്തി. നിർധനരായ സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ പ്രതിമാസം നൽകുന്ന 1000 രൂപയുടെ ധനസഹായം മുടക്കുവാനുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. ഇതിന്റെ ഭാഗമായി പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ്. അപേക്ഷയോടൊപ്പം ഗുണഭോക്താക്കളുടെ IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ വിവരങ്ങൾ എന്നിവയാണ് നൽകേണ്ടത്. തദ്ദേശ സെക്രട്ടറിമാർ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കി തദ്ദേശ സെക്രട്ടറി വഴി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് കൈമാറണം. ഇതടക്കം പദ്ധതിയുടെ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറക്കിയിരുന്നു. ആദ്യമായല്ല പ്രതിപക്ഷം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പാരവെക്കുന്നത്. 2021 ഈസ്റ്റർ, വിഷു, റംസാൻ ഒന്നിച്ചു വരുന്ന സാഹചര്യം പരിഗണിച്ച് അന്നത്തെ LDF സർക്കാർ മാർച്ച്, ഏപ്രിൽ മാസത്തിൽ കുറഞ്ഞ നിരക്കിൽ അരി നൽകാൻ തീരുമാനിച്ചു. 50 ലക്ഷം കുടുംബങ്ങൾക്ക് 10 കിലോ അരി വീതം 15 രൂപയ്ക്ക് നൽകാനായിരുന്നു തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 2.2 കോടി പേർക്ക് അവകാശപ്പെട്ട ആനുകൂല്യം ഇല്ലാതാക്കാനാണ് UDF ശ്രമിച്ചത്. അരി വിതരണം നിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തു നൽകി. ക്ഷേമ പെൻഷൻ വിതരണം നിർത്തിവെക്കണമെന്നും എല്ലാ കുടുംബത്തിനും സർക്കാർ മാസം തോറും നൽകി വന്ന ഭക്ഷ്യക്കിറ്റും സ്കൂൾ കുട്ടികൾക്കുള്ള അരിയും തടഞ്ഞു വെക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. കത്തിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരി വിതരണം നിർത്താൻ ഉത്തരവിട്ടു. ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. തുടർന്ന് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇതിന് സമാനമായാണ് ഇപ്പോൾ സ്ത്രീകൾക്കുള്ള സുരക്ഷാ പെൻഷൻ തടസ്സപ്പെടുത്താനുള്ള UDF ശ്രമം.